സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളുടെയും വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലുണ്ടായ, അദ്ദേഹം തന്നിൽ സംഭവിക്കുന്ന ഏതൊരു നിസ്സാരമായ കാര്യത്തെയും അള്ളാഹുവിന്റെ മുമ്പിൽ വളരെയേറെ താണുകേണ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും വളരെയേറെ വിനയം കാണിക്കുകയും ചെയ്തിരുന്ന മഹാനുഭാവനായിരുന്നു എന്ന് വളരെ കൃത്യമായി നമ്മെ അറിയിക്കുന്ന ഒരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളിലൂടെയായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു ആ സംഭവം പറയാണ്, വഹൽ അതാക നബഉൽ ഖസ്ം, നബിയെ താങ്കൾക്ക് വന്നു കിട്ടിയില്ലയോ നബഉൽ ഖസ്മി, എതിർവാദികളുടെ വർത്തമാനം. ഒരു വാദിയും പ്രതിയുമായി കൊണ്ട് രണ്ടാൾ തർക്കിച്ചുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്നിധിയിൽ വരുന്ന രംഗമാണത്. അപ്പൊ എതിർവാദം ഉന്നയിച്ചുകൊണ്ടുള്ള രണ്ടാളുകൾ, അവരുടെ വർത്തമാനം താങ്കൾക്ക് എത്തിയില്ലയോ നബിയെ? എങ്ങനെയാണ് അവർ കയറി വന്നത്? ഇത് തസവ്വറുൽ മിഹ്റാബ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകം ഇബാദത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ അതിന്റെ കവാടങ്ങളൊക്കെ അടച്ചുകൊണ്ട് അദ്ദേഹം ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ കതകുകളെല്ലാം അടച്ച് ഒരാൾക്കും അങ്ങോട്ട് പ്രവേശനമില്ലാത്ത നിലക്ക് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രാർത്ഥനാ മണ്ഡപത്തിൽ ധ്യാനത്തിൽ പ്രാർത്ഥനയിലായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടേക്കതാ മതിൽ ചാടിക്കൊണ്ട്, വാതിലടച്ചിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ മതിൽ ചാടിക്കൊണ്ട് രണ്ടാളുകൾ അങ്ങോട്ട് കയറി വന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയാണ്, ഇദ് ദഖലു അലാ ദാവൂദ, അങ്ങനെ അവർ മതിൽ ചാടിക്കടന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്തേക്ക് പ്രവേശിച്ച സന്ദർഭം. ഫഫസിഅ മിൻഹും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചുപോയി. മനുഷ്യന്റെ പ്രകൃതമായ നിലക്കുള്ള സ്വാഭാവികമായ ഭയമാണത്. ഒറ്റക്ക് താൻ ആർക്കും പ്രവേശനമില്ലാത്ത നിലക്ക് ബന്ധവസ്ഥായി വാതിലൊക്കെ അടച്ചിരിക്കുന്നവര് റൂമിന്റെ അകത്തേക്ക് ആ വാതിലിലൂടെയുള്ള പ്രവേശനമില്ലെന്ന് കണ്ടപ്പോ വരാവുന്ന രൂപത്തിലുള്ള മതിൽ ചാടി കടന്നുകൊണ്ട് തന്റെ അടുത്തേക്ക് ഒരു ആളുകൾ കടന്നു വരുമ്പോ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന പേടിയും ഭയവും മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിനെയും പിടികൂടി. അവർക്കത് മനസ്സിലായി, വന്നവർക്ക് മനസ്സിലായി ദാവൂദ് അലൈഹിസ്സലാം ഭയപ്പെട്ടിട്ടുണ്ട് എന്ന്. ഖാലൂ ലാ തഖഫ്, അവര് പറഞ്ഞു, താങ്കൾ പേടിക്കണ്ട, ഞങ്ങൾ അക്രമത്തിന് വന്നവരല്ല, ഞങ്ങൾ എന്തെങ്കിലും അനിഷ്ടം ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾ ഏതെങ്കിലും നിലക്ക് അതിക്രമമോ ധിക്കാരമോ പ്രവർത്തിക്കാൻ വന്നതല്ല, മറിച്ച് ഖസ്മാനി, ഞങ്ങൾ ഒരു വിഷയത്തിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാളുകളാണ്. ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട്. അതിൽ ബഗാ ബഅദുനാ അലാ ബഅദിൻ, ഞങ്ങളിൽ ചിലർ ചിലരുടെ മേൽ ആ വിഷയത്തിൽ അതിക്രമമാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ മറ്റൊരാളുടെ മേൽ അതിക്രമം കാണിച്ച ഒരു വിഷയത്തിൽ കേസ് പറയാനാണ് താങ്കളുടെ സമീപത്തേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആകയാൽ ഫഹ്കും ബൈനനാ ബിൽ ഹഖ്, സത്യമനുസരിച്ചു ഹഖനുസരിച്ചുകൊണ്ട് താങ്കൾ ഞങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചാലും, താങ്കൾ ഞങ്ങൾക്കിടയിൽ ഹഖനുസരിച്ചുകൊണ്ട് വിധി പറഞ്ഞാലും. വലാ തുഷ്തിത്, വലാ തുഷ്തിത്, നീതികേട് ചെയ്യരുത്. വഹ്ദിനാ, ഞങ്ങളെ നിങ്ങൾ മാർഗനിർദ്ദേശം നൽകണം. ഇലാ സവാഇ സിറാത്ത്, ഏറ്റവും നല്ല മാർഗത്തിലേക്ക്, ഏറ്റവും നല്ല വഴിയിലേക്ക് ഞങ്ങൾക്ക് മാർഗം കാണിച്ചു തരണം. അതിനുതകുന്ന നിലക്കുള്ള വിധിയും അതിനുതകുന്ന നിലക്കുള്ള നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ അങ്ങ് വിധി കൽപ്പിക്കണം, തീർപ്പ് കൽപ്പിക്കണം. ഇതിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും വിഷയം പറഞ്ഞിട്ടില്ല.
പരസ്പരം തർക്കിച്ചുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളതെങ്കിലും ആ പ്രതിയായ ആളെക്കുറിച്ച് തനിക്ക് പറയാനുള്ള കേസ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. ഇന്ന ഹാദാ അഖീ ലഹു 99 നഅജ വലിയ നഅജതുൻ വാഹിദ فقال أكفلنيها وعزني في الخطاب. ഇതായി നിൽക്കുന്ന എന്റെ സഹോദരൻ, ഇന്ന ഹാദാ അഖീ, ഇതെന്റെ സഹോദരൻ. അത് അവരുടെ ആ രക്തബന്ധത്തിലുള്ള സഹോദര്യമല്ല, മതപരമായി ഇസ്ലാമികമായ നിലക്ക് അവര് മുസ്ലിമീങ്ങളാണ് എന്ന നിലക്ക് ഇതാ എന്റെ സഹോദരൻ. അവര് തർക്കത്തിലാണ്, എന്നാലും നല്ല ഭാഷയിലാണ് കാര്യം അവതരിപ്പിക്കുന്നത്. ഇതെന്റെ സഹോദരൻ. എന്താണ് ഞങ്ങൾക്കിടയിലെ പ്രശ്നം? ലഹു 99 നഅജ, അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന് 99 പിടയാടുകളുണ്ട്. നഅജത്ത് എന്ന് പറഞ്ഞ പെണ്ണാടാണ്. അദ്ദേഹത്തിന് 99 ആടുകളുണ്ട്. വലിയ നഅജത്തുൻ വാഹിദ, എനിക്കാവട്ടെ ആകെ ഒന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന് 99 ആടുകളുണ്ട്, എനിക്കാണെങ്കിൽ ഒരാടാണുള്ളത്. എന്നിട്ട് ഫഖാല, അദ്ദേഹം എന്നോട് പറയാണ്, അക്ഫിൽനീഹാ, അതിനെ കൂടി നീ എനിക്ക് ഏൽപ്പിച്ചു തരണം എന്ന്. 99 ഉള്ള ആള് എന്നോട് ഇതിനെ കൂടി ഏൽപ്പിച്ചു കൊടുക്കാനാ പറയുന്നത്. എനിക്കാകെ ഒന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഉണ്ട് ധനം. ആകെ എന്റെ ഒരു സമ്പത്തി ഒരാടാണ്. ഇതിനെയും കൂടെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നത്. വഅസ്സനി ഫിൽ ഖിതാബ്, അങ്ങനെ അദ്ദേഹം സംസാരിച്ച് അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ച് മുട്ടിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത നിലക്ക് അതിന്റെ ന്യായങ്ങള് പലതും പറഞ്ഞ് സംസാരിച്ച് എന്നെ മയക്കിയെടുത്ത് ഞാൻ പാടിനെ കൊടുക്കേണ്ട കോലത്തിലുള്ളത്. ഇതൊരു അനീതിയല്ലേ? ഇതൊരു അക്രമല്ലേ? നിങ്ങളൊന്ന് വിധി പറയണം. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ കയറി വന്ന ഈ രണ്ടാളുകൾ കേസ് ബോധിപ്പിക്കുകയാണ്. ആ അവസരത്തിൽ അല്ലാഹു പറയാണ്, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം കേട്ടപാടെ വിധി പറഞ്ഞു. قال لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب. അദ്ദേഹം വിധി പറയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും നിന്നോട് അക്രമമാണ് ചെയ്തിട്ടുള്ളത്. ഇയാൾ നിന്നോട് അക്രമം ചെയ്തിരിക്കുന്നു. ബിസുആലി നഅജതിക, നിനക്ക് ആകെയുള്ള ഒരു സമ്പത്തായ ആടിനെ ഇലാനി ആജിഹി, അയാളുടെ ആട്ടിൻകൂട്ടത്തിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന ചോദ്യത്തിലൂടെ അയാൾ നിന്നോട് അതിക്രമമാണ് ചെയ്തിട്ടുള്ളത്, അക്രമമാണ് ചെയ്തിട്ടുള്ളത്. തുടർന്നുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇന്ന കസീറൻ മിനൽ ഖുലതാ, ഈ പാർട്ട്ണർമാരായിട്ടുള്ള ആളുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളും ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളൊക്കെ പലരും, കൂട്ടുകാരിൽ പലരും, ചിലരുടെ മേൽ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാറുമുണ്ട്. അതിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളെ ഒഴിവുള്ളൂ. അവർ ആരാണ്? അങ്ങനെ തന്റെ പാർട്ട്ണറെ ചതിക്കാത്ത, തന്റെ കൂടെയുള്ള ആളോട് മോശമായി പെരുമാറാത്തവർ വിരളമാണ്. ആർക്കാണ് അങ്ങനെ പെരുമാറാതെ വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്? ആര് മാത്രമാണ്? ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസം ശരിയായ നിലക്ക് ഉൾക്കൊണ്ടവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അതല്ലാത്ത മിക്ക ആളുകൾക്കും ഈ ഒരു സ്വഭാവമുണ്ട്, ഈ രൂപത്തിലുള്ള ഒരു അതിരുകവിയുന്ന സ്വഭാവമുണ്ട്. വഖലീലും മാഹും, അവരുടെ എണ്ണമാകട്ടെ വളരെ കുറഞ്ഞുമാണ്. ഈമാനുള്ളവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരുമൊക്കെ അവർക്കേ അങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയാറുള്ളൂ. അവരാകട്ടെ വളരെ എണ്ണത്തിൽ വിരളവുമാണ് താനും. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം വിധി പറഞ്ഞു. വളരെ കൃത്യമാണ്. അദ്ദേഹം ഉടനെ വിധി പറഞ്ഞു, പാടില്ല, ഇയാൾ ചെയ്തത് അക്രമമാണ്. ആകെയുള്ള നിങ്ങളുടെ സമ്പത്ത് അയാൾക്ക് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമുള്ളത്? 99 അയാളുടെ അടുത്തുണ്ട്, പിന്നെ നിങ്ങൾ ഇതും കൂടി കിട്ടണം. നീ എന്തിനാ അപ്പൊ ഒന്നിനായിട്ട് എന്ത് കാണിക്കാനാണ്? അത് ഞാനാവുമ്പോൾ സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ അയാൾ എന്നെ മുട്ടിച്ചിരിക്കാണ്.
വഅസ്സനി ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അയാൾ എന്നെ പറഞ്ഞു മയക്കി, എന്നെ ഒന്നും എനിക്ക് പറയാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹം സംസാരിച്ച് എന്നെ പറഞ്ഞു പരിപ്പിച്ചിരിക്കുകയാണെന്നാണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം. സമയത്ത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പാടില്ല, അത് തെറ്റാണ് ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരി, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. പലപ്പോഴും ഈ കൂട്ടുകാരായ ആളുകൾ, ഇടകലർന്ന് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ തന്റെ കൂടെയുള്ളവരോട് അതിക്രമം പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട്. അത് ധാരാളം കാണുന്നുണ്ട് മഹാനവറുകൾ പറഞ്ഞത്. വഇന്ന കസീറൻ എന്നാ പ്രയോഗിച്ചത്. വഇന്ന കസീറൻ മിനൽ ഖുലതാഇ, ഇടകലർന്ന് ജീവിക്കുന്ന കൂട്ടുകാരായ ആളുകൾക്കിടയിൽ ധാരാളക്കണക്കിന് ആളുകൾ അവരിൽ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിച്ചു വരുന്നുണ്ട്, അങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. അത് നമ്മളും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു തത്വമാണ്. ഇവിടെ എന്താണ് ഇതിലൂടെ പറയുന്നത്? പലപ്പോഴും ഇസ്ലാം പറഞ്ഞു, ഒരാൾക്ക് ഒറ്റക്കൊരു ബിസിനസ് നടത്താനോ ഒറ്റക്കൊരു കാര്യം ചെയ്യാനോ കഴിയില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിനിമയത്തിന്റെയും ഇടപാടിന്റെയും രീതിയാണ് ഒരു പാർട്ട്ണറെ സ്വീകരിക്കുക എന്നുള്ളത്. പാർട്ട്ണർമാരും അതുപോലെയുള്ള ആളുകളും പാർട്ട്ണർഷിപ്പിലായിക്കൊണ്ട് ധാരാളം ബിസിനസ്സുകൾ, പല രൂപത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്ത് ആദിമകാലം മുതൽ ഇന്ന് വരെയും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, നമുക്കും അതിൽ പാഠമുണ്ട്. അതിൽ വളരെ കൃത്യമായി തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നന്നേ വിരളമാണ്. പലപ്പോഴും തന്റെ സഹപ്രവർത്തകനെ വഞ്ചിക്കുന്നു, തന്റെ സഹപ്രവർത്തകനെ പലതും പറഞ്ഞു ചിലപ്പോൾ പറ്റിക്കുന്നു, അവനറിയാതെ കള്ളക്കണക്കെഴുതുന്നു. അതുപോലെ തന്നെ കിട്ടിയ ലാഭത്തിന്റെ മുഴുവൻ കണക്ക് തന്റെ പാർട്ട്ണറെ അറിയിക്കാതെ ലാഭത്തിന്റെ വിഹിതം അവന് നൽകേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് ലാഭത്തിന്റെ വിഹിതങ്ങളിൽ നിന്ന് പലതിനെയും മൂടിവെക്കുന്നു. ഇതൊക്കെ പരസ്പരമുള്ള പങ്ക് കച്ചവടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യവിലോപങ്ങളാണ്. അത് ധാരാളമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിലൂടെ പഠിപ്പിക്കുകയാണ്, വഇന്ന കസീറൻ മിനൽ ഖുലതാ ലയബ്ഗി ബഅ്ദുഹും അലാ ബഅ്ദിൻ. അതുകൊണ്ട് ആ രംഗത്തിൽ സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ബറക്കത്തുണ്ടാവുകയില്ല എന്ന മുന്നറിയിപ്പാണ് ആ പറയുന്നത്. എന്നാൽ എല്ലാവരും ഇങ്ങനെയാണെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടില്ല. വഇന്ന കസീറൻ മിനൽ ഖുലതാഇ എന്ന പ്രയോഗത്തിൽ നിന്ന് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അങ്ങനെ ചതിയും വഞ്ചനയും ഒക്കെ കാണിച്ച്, കൃത്യവിലോപം കാണിച്ച്, പടച്ചവനെ പേടിയില്ലാതെ ആ കൂട്ടുകച്ചവടത്തിൽ അള്ളാഹുവിന് നിരക്കാത്ത പല സംഗതികളും ചെയ്തു വരുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ടെങ്കിലും ഒരു ഭാഗം അതിൽ നിന്ന് ഒഴിവാണ്. എല്ലാവരും അങ്ങനെ നാ പറയുന്നതിന് അർത്ഥമില്ല. ആനവറുകൾ ഉടനെ പറഞ്ഞു, എല്ലാവരും അങ്ങനെയല്ല. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വഖലീലും മാഹും. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അവരങ്ങനെ പങ്കുകച്ചവടത്തിലാണെങ്കിലും കൂട്ടുത്തരവാദിത്തത്തിലാണെങ്കിലും അവര് റബ്ബിനെ ഭയപ്പെടുന്നവരാണ്. ആരെയും എനിക്ക് പറഞ്ഞു പറ്റിക്കാം, ഈ ലോകത്ത് ആരുടെ മുമ്പിലും എനിക്ക് കള്ളക്കണക്കെഴുതാം, ആരുടെയും മുമ്പിൽ എനിക്ക് മാന്യനായി ജീവിക്കാം, ആരുടെയും മുമ്പിൽ എനിക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ വാക്കുകളിലൂടെ പറഞ്ഞ് എനിക്ക് മെച്ചപ്പെടുത്താം. പക്ഷേ റഹ്മാനായ നാഥന്റെ കോടതിയിൽ ഞാൻ പോയി നിൽക്കണമല്ലോ, അതിന് മരണം മുതൽ ഞാൻ കണക്ക് പറയണമല്ലോ, അതിൻ്റെതായ പ്രതിഫലനങ്ങൾ എന്റെ ഖബറിലും എത്തുമല്ലോ, അതിനനുസരിച്ച് ഞാൻ പരലോക കോടതിയിൽ ഏറ്റവും വലിയ ശിക്ഷക്ക് വിധേയനാകുമല്ലോ. വഞ്ചകന്മാർക്ക് അവിടെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ ഉള്ളത് എന്നോർക്കുന്ന ഈമാനുള്ള മനുഷ്യന്മാർ അവരേത് രൂപത്തിലുള്ള കൂട്ടുകച്ചവടത്തിലാണെങ്കിലും കൂട്ടുത്തരവാദിത്തമുള്ള കാര്യങ്ങളിലാണെങ്കിലും പടച്ചവനെ പേടിച്ചുകൊണ്ട് ഒരാളോടും അതിക്രമം കാണിക്കാതെ, വഞ്ചന കാണിക്കാതെ, ചതി കാണിക്കാതെ അവർ കൃത്യമായി കൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടികൾ നിർവഹിച്ചു വരുന്നുണ്ട്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും ഒഴികെ. കാരണം അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ്, റിയാഇനല്ല, ആളുകളെ കാണിക്കാനല്ല, അള്ളാന്റെ അടുക്കൽ സ്വർഗം കിട്ടാനാണ്. ആ സ്വർഗത്തിന് വിഘാതമായി വരുന്ന രൂപത്തിൽ ചതിക്കൂല അവര്, വഞ്ചിക്കൂല അവര്, വാഗ്ദത്തലംഘനം നടത്തൂല അവര്, കള്ളക്കണക്ക് എഴുതില്ല അവര്, ഊഴ്ത്തിവെക്കുകയില്ല അവര്. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലൊക്കെ അവര് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകും. എന്നിട്ട് എന്താ പറഞ്ഞത്? പക്ഷേ വഖലീലും മാഹും, വഖലീലും മാഹും, അവരുടെ എണ്ണം വളരെ കുറവാണ്. അത് നന്നേ വിരളമാണ് ഇങ്ങനെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർ. അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് സഹോദരന്മാരെ. ലോകത്ത് എപ്പോഴും മെജോറിറ്റി തിന്മക്കായിരിക്കും.
ലോകത്ത് എപ്പോഴും മെജോറിറ്റി, ഭൂരിപക്ഷം തിന്മയുടെ പിന്നാലെയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അല്ലാഹു തആല പറഞ്ഞതാണ്, ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്ത്വയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ് ഫത്തഖുല്ലാഹ്. അല്ലാഹു തആല പറയാണ്, ഖുൽ, നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ ജനങ്ങൾക്ക്, ജനങ്ങളോട് പറയൂ പ്രവാചകരെ, ലാ യസ്തവിൽ ഖബീസു വത്ത്വയ്യിബ്, നല്ലതും ചീത്തയും സമമാവില്ല. നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക, നബിയെ താങ്കളെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, കസ്റത്തുൽ ഖബീസ്, ചീത്തയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ലോകത്ത് ചീത്തയായിരിക്കും ധാരാളം കാണുക എന്ന് വിചാരിച്ച് ചീത്ത ഒരിക്കലും നല്ലതാവില്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു നുണ 100 ആവർത്തിച്ചത് കൊണ്ടോ 1000 തവണ ആവർത്തിച്ചത് കൊണ്ടോ ഒരു നുണയും ഒരിക്കലും എന്താവില്ല, നേരാവില്ല. ചീത്ത എപ്പോഴും ചീത്ത തന്നെയാണ്. അതിന്റെ കൂടെ ലക്ഷങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലതിന്റെ കൂടെ ആള് കുറവാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നീ എപ്പോഴും ഹിദായത്തിന്റെ മാർഗത്തിൽ നീ ഉറച്ചു നിന്നോളണം. വലൗ കുൻത വഹ്ദക, നീ ഒറ്റക്കാണെങ്കിൽ പോലും. കാരണം സത്യത്തിന്റെ മാനദണ്ഡം ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല. وَإِن تُطِعْ أَكْثَرَ مَنْ فِي الْأَرْضِ يُضِلُّوكَ عَنْ سَبِيلِ اللَّهِ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, വഇൻ തുതി, നീ എങ്ങാനും അനുസരിച്ചു പോയാൽ, അക്സറ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ നോക്കിയിട്ട് നീ കാര്യങ്ങൾ ചെയ്യാൻ മെനക്കെട്ടാൽ, ഭൂമിയിലുള്ള ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത് കണ്ടിട്ട് അതിന്റെ പിന്നാലെ നീയും പോകാൻ മെനക്കെട്ടാൽ, യുദില്ലൂക അൻ സബീലില്ലാഹ്, ഓ നബിയേ, നേരിന്റെ മാർഗത്തിൽ നിന്ന് അവര് നിങ്ങളെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഭൂരിപക്ഷവും തിന്മയുടെ ആളുകളായിരിക്കും. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അത് പറഞ്ഞു, വലാകിന്ന അക്സറഹും ലാ യഖിലൂന, ഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കാത്തവരാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷം ജനങ്ങളും വിവരമില്ലാത്തവരാണ്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ എന്നോട് ശരിയായ നിലക്ക് നന്ദി കാണിക്കുന്ന, ശുക്ർ കാണിക്കുന്ന നല്ലവരായ ആളുകളുടെ എണ്ണം വളരെ കുറവാകുന്നു. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, അധികം ആളുകളും നന്ദി കാണിക്കാത്ത നന്ദി കെട്ടവരാകുന്നു. അപ്പൊ ഖുർആനിൽ നിങ്ങൾ പരിശുദ്ധിച്ചു നോക്കിയാൽ എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തിന്മക്ക് ലോകത്ത് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കണ്ടുകൊണ്ട് അതാ ശരി എന്നാരും വിചാരിക്കണ്ട. ഇസ്ലാമിൽ ഒരു കാര്യം ഹക്കും ബാത്തിലും തീരുമാനിക്കാനുള്ള മാനദണ്ഡം ആ ഹക്കിനെ എത്ര പേര് പിന്തുടർന്നു, എത്ര പേര് നിരാകരിച്ചു എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് ഒരു കാര്യത്തിന് ഏതിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത്, അത് സത്യമാണ്, അതിനെ പിൻപറ്റിയ ആളുകളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ശരി, ഇനി ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ശരി, പ്രമാണ വിരുദ്ധമാണോ ചെയ്യുന്നത്, അത് തെറ്റാണ്. ഇത് ഇസ്ലാമിന്റെ ബാലപാഠമാണ്, പ്രാഥമികമായ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അപ്പൊ ഇവിടെയും അത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അങ്ങനെ തിന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇങ്ങനെ വഞ്ചനയും ചതിയൊക്കെ നടത്തുന്ന ആളുകൾ. പക്ഷേ നല്ലൊരു വിഭാഗം ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. ഈമാനുള്ള മനുഷ്യന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ്. പക്ഷേ വഖലീലും മാറും, അവരധികം ഉണ്ടാവില്ല, അവര് വളരെ വിരളമാണ് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ പറഞ്ഞ് ധരിപ്പിച്ചു. ആ കാര്യത്തിൽ അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചു. ശരി, ഇനി അല്ലാഹു തആല പറയുന്നത് എന്താ? വദന്ന ദാവൂദു അന്നമാ ഫതന്നാ, വദന്ന ദാവൂദു, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ബോധ്യമായി, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ബോധ്യമായി, അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായി, അന്നമാ ഫതന്നാഹു, നിശ്ചയമായും അദ്ദേഹത്തെ നാം ഇപ്പോൾ ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്തിയിട്ടുണ്ടെന്ന്, ഒരു പരീക്ഷണത്തിന് ഇപ്പൊ ഞാൻ വിധേയനായിട്ടുണ്ട് എന്ന് ആർക്ക് ബോധ്യമായി? ദാവൂദ് നബി അലൈഹിസ്സലാമിന് ബോധ്യമായി. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്തഗ്ഫറ റബ്ബഹു, തന്റെ രക്ഷിതാവിനോട് പാപമോചനത്തിന് തേടി, തന്റെ രക്ഷിതാവിനോട് പൊറുക്കലിനെ തേടി. വഖറ റാക്കിആ, അദ്ദേഹം റുകൂഇലും സുജൂദിലുമായി കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ വീണ് കിടന്നു.
വഅനാബ്, റബ്ബിനോട് വല്ലാതെ ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. അപ്പോഴോ എന്താ സംഭവിച്ചത്? ഫഗഫർനാ ലഹു ദാലിക, അദ്ദേഹത്തിന് നാം അതെല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല വഇന്ന ലഹു ഇൻദനാ, നിശ്ചയം ദാവൂദിന് നമ്മുടെ അടുക്കലുണ്ട് ലസുൽഫാ, ഏറ്റവും നല്ല അടുപ്പമുള്ള നേതാവാണ്, ഏറ്റവും എന്നോട് അടുപ്പമുള്ള വ്യക്തിത്വമാണ്. വഹുസ്ന മആബ്, ഏറ്റവും നല്ല രൂപത്തിലുള്ള മടക്കസ്ഥാനമുള്ള വ്യക്തിത്വമാകുന്നു. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ഇപ്പൊ ഈ വിഷയത്തിൽ മഹാനവറുകൾക്ക് ഒരു പരീക്ഷണം സംഭവിച്ചു എന്ന് ബോധ്യമാകാൻ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പിഴവായിട്ട് അബദ്ധമായിട്ട് സംഭവിച്ചത്? ഇതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രധാനമായും രണ്ട് അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുവാദമൊന്നും ചോദിക്കാതെ അടഞ്ഞുകിടക്കുന്ന വാതിലിന്റെ അത് പരിശോധിക്കാതെ നേരെ മതില് കയറിയിട്ട് ചുവര് കയറിയിട്ട് അകത്ത് കിടന്നല്ലോ, മറ്റാർക്കും പ്രവേശനമില്ലാതെ അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ആരാധനാ മണ്ഡപമായിരുന്നു അത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അതിക്രമിച്ചൊരു കൂട്ടർ അകത്ത് കിടന്നപ്പോ അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹം അവരെ കുറിച്ച് വിചാരിച്ചു, വല്ല ചതിപ്രയോഗമോ അതല്ലെങ്കിൽ വല്ല കയ്യേറ്റമോ ഉന്നം വെച്ചുകൊണ്ടായിരിക്കോ അവർ വന്നത്. അത് സ്വാഭാവികമാണല്ലോ, അങ്ങനെ തോന്നുമല്ലോ. കാരണം എന്താ അങ്ങനെ തോന്നാൻ വകുപ്പുണ്ട്? ഇസ്രായേലിയരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നബിമാരെ അകാരണമായിട്ട് കൊല്ലൽ അവരുടെ ഒരു സ്വഭാവമാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്തിലും മറ്റു സ്ഥലത്ത് വേറെ രൂപത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ബനൂ ഇസ്രായേലിയർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അവർ അമ്പിയാക്കളെ നിഷ്കരണം കൊന്നിരുന്നവരാ. കാരണമൊന്നുമില്ല, പല നബിമാരെ അവർ കൊന്നിട്ടുണ്ട്. ഒരു ന്യായം കൂടാതെ അന്യായമായിട്ട് നബിമാരെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭയം അസ്ഥാനത്തല്ല. പക്ഷെ അങ്ങനെ അവരെ കുറിച്ച് പെട്ടെന്നുള്ള പരിഭ്രമം ഭയമൊക്കെ കണ്ടപ്പോ അവരദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, വന്ന വിവരവും പറഞ്ഞു. അപ്പോ പ്രതിഭാഗത്തെ കുറിച്ചൊന്നും മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് അവര് മറുപടി പറഞ്ഞിരുന്നൊന്നും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അന്യായം കേട്ട മാത്രയിൽ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വിധി പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അന്യായക്കാരന്റെ അന്യായം കേട്ടപ്പോ തന്നെ വിധി പറഞ്ഞു, മറ്റേ ആളോടൊന്നും ചോദിച്ചിട്ടില്ല. അതാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം, എന്തായിരുന്നു ആ പരീക്ഷണം? ഖണ്ഡിതമായിട്ട് നമുക്ക് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് ഇപ്പൊ ഇവിടെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഇതിൽ സംഭവിച്ചത്? അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ മുഫസ്സിരികൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ രണ്ട് അഭിപ്രായമാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രതിപാദന രീതിയിൽ നിന്നും ശൈലിയിൽ നിന്നും ഒക്കെ കണ്ടെത്തിയത്. ഒന്ന്, കേസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാതെ പ്രതിയുടെ പക്ഷം കേൾക്കാതെയും വിധി പറഞ്ഞതായിരിക്കാം. ഒരു ഭാഗം അങ്ങനെ പറയുന്നു. പ്രതിയുടെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചിട്ടില്ല, അയാളുടെ ഭാഗത്ത് നിന്നുള്ള അയാൾക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടില്ല, കേസിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല, കേട്ടപാടെ തന്നെ വിധി പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കാം എന്ന് ഒരഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം പണ്ഡിതന്മാര് പറഞ്ഞത്, പെട്ടെന്ന് അതിക്രമിച്ച് കടന്നു വന്നല്ലോ ഒരു കൂട്ടം ആളുകൾ, അവരുടെ മേൽ എന്തെങ്കിലും ശക്തിയായ നടപടിയെടുക്കാൻ വേണ്ടി പ്രഥമ വീക്ഷണത്തിൽ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായിരുന്നാലും സംഗതി വളരെ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായൊരു സംഗതിയാണ്. പക്ഷേ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ അതുപോലും വലിയൊരു സംഗതിയായിട്ട് തോന്നി. എന്തായാലും എന്റെ ഒരു ധാരണ പശക് സംഭവിച്ചില്ലേ അവരെ കുറിച്ച്? എന്തായാലും എന്റെ മനസ്സിലൊരു ചെറിയൊരു ധാരണ പശക് അവരെ കുറിച്ച് ഉണ്ടായില്ല, പാടില്ലായിരുന്നു എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലിങ്ങനെ കുറ്റബോധം വന്ന് ആ നിസ്സാരമായൊരു പിഴവിന് പോലും മഹാനവറുകൾ അങ്ങേറ്റം അള്ളാഹുവിനോട് ഖേദിച്ചു പശ്ചാത്തപിച്ചു മടങ്ങി എന്നാണ് ഇവിടെ അള്ളാഹു തആല പറയുന്നത്. അന്നമാ ഫതന്ന, ഒരു പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, ഇതിന്റെ അടുത്തൊരു ചെറിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് മഹാനവറുകൾക്ക്. പക്ഷേ അങ്ങനെയാണല്ലോ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള മഹാന്മാര് ചെറിയൊരു സംഗതി വരുമ്പോഴേക്ക് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. തിന്മകളിൽ തന്നെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് വൻപാപം ചെയ്താലും അവർക്ക് അതൊരു പ്രശ്നമേ ആയിട്ട് തോന്നൂല. അതേവസരത്തിൽ മുഅ്മിനീങ്ങൾക്കും സാലിഹീങ്ങൾക്കും ഒക്കെ അവരിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, ഒരു ചെറിയ സംഗതി വന്നു പോയാൽ പോലും അതിന്റെ പേരിൽ വല്ലാത്ത വിഷമമായിരിക്കും അവർക്ക്. അത് ഈമാനിന്റെ ലക്ഷണമാണ്. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനിന്റെ ലക്ഷണമാണ്. ഈമാൻ കുറഞ്ഞു പോകുന്നതിന്റെ ലക്ഷണമാണ്. ജീവിതത്തിൽ എന്തെന്നെ സംഭവിച്ചാലും, ഇന്നിപ്പോ സുബൈ ജമാഅത്ത് പോയല്ലോ എന്ന് ഓർത്ത് നമുക്കൊരു പ്രയാസവും തോന്നുന്നില്ലെങ്കിൽ
നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതേ അവസരത്തിൽ ഒന്നും സുബൈക്ക് ജമാഅത്ത് ഇന്ന് കിട്ടിയില്ലല്ലോ, അത് ആ ദിവസം മുഴുവനും ഇങ്ങനെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? ഈമാൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എവിടെയോ. അത് വളർത്തണം, അത് പോഷിപ്പിക്കണം. നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ടോ? ദിവസങ്ങളോളം അതിന്റെ മനസ്സിൽ ആരോടും പറയാതെ, ആരോടും പറഞ്ഞു നടക്കുന്നില്ല, ആരെയും അറിയിക്കാനല്ല. ഒരു നന്മ ചെയ്താൽ മനസ്സിൽ ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടോ? എങ്കിൽ ഈമാനിന്റെ ലക്ഷണമാണ്. സന്തോഷിക്കാം, പരിപോഷിപ്പിക്കാം. ഒരു തിന്മ ചെയ്തിട്ട് മനസ്സിന്റെ അഗാധമായ തലങ്ങളിൽ നിന്നൊരു നീറ്റലും വേദനയും വിഷമൊക്കെ മനസ്സിലെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ദിവസങ്ങളോളം? ഈമാനിന്റെ ലക്ഷണമാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതേ അവസരത്തിൽ ഒരു സന്തോഷമില്ല, നീ തിന്മയിലിട്ടൊരു വിഷമമില്ല. അങ്ങനെയാണെങ്കിൽ കാര്യമായ അപകടങ്ങളുണ്ട്, കാര്യമായ അപകടമുണ്ട്. നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. ഇവിടെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നൊരു വൻകുറ്റം സംഭവിച്ചിട്ടില്ല. ഒരു ധാരണ ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം പറഞ്ഞു, പക്ഷേ അതുപോലും മഹാനവറുകൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അദ്ദേഹം ഉടനെ എന്താ ചെയ്യുന്നതിന് പ്രായശ്ചിത്തവും പരിഹാരക്കായിട്ട് എന്താ ചെയ്യുന്ന അല്ലാഹു തആല പറയുന്നത്, ഫസ്തഗ്ഫറ റബ്ബഹു, റബ്ബേ പുറത്തു തരണേ, എന്നോട് മാപ്പാക്കണേ. ഫസ്തഗ്ഫറ റബ്ബഹു, തന്റെ യജമാനനായ റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കുകയാണ്. വഖറ റാകിഅൻ വഅനാബ്, അദ്ദേഹം അതാ നിസ്കരിക്കുകയാണ്, റുകൂഅ് ചെയ്യുന്നു, സുജൂദിൽ കിടന്ന് കരയുകയാണ്. റുകൂഅ് ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, നിസ്കാരത്തിലാണ്. വഅനാബ്, റബ്ബിനോട് ഖേദിച്ച് മടങ്ങുകയാണ്. അല്ലാഹുവേ, അരുതാത്തത് ചിന്തിച്ചു പോയല്ലോ ഞാൻ അവരെ പറ്റി. അതല്ലെങ്കിൽ അന്യായക്കാരന്റെ വാക്ക് മാത്രം കേട്ട് അപ്പുറത്തെ ആൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു അവസരം പോലും കിട്ടാതെ ഞാൻ വിധി പറഞ്ഞു പോയല്ലോ. ഇനി ഏത് സംഗതിയെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇദ്ദേഹം കേസ് പറഞ്ഞപ്പോ പ്രതിഭാഗത്തുള്ള വ്യക്തി ഒരിക്കലും അതിനെ എതിർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അതും ഒരു വലിയ തെറ്റല്ല, കുറ്റമല്ല. എന്നിട്ട് പോലും മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ നീറുകയാണ്, വിഷമം തോന്നുകയാണ്. അതേ, പാപം ചെയ്തു പോയാൽ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇതൊക്കെ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ സംഗതിയെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അവരിൽ നിന്ന് വല്ല ഫാഹിശത്തുകളും നീചമായ കാര്യങ്ങളും സംഭവിച്ചു പോയാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട നിമിഷം മുതൽ അവർ ഇസ്തിഗ്ഫാർ തന്നെ, പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരിക്കലും ആ പാപത്തെ ന്യായീകരിക്കില്ല. അതിലിങ്ങനെ അള്ളിപ്പിടിച്ച് ആ തിന്മയിൽ അവർ തുടർന്നു പോകില്ല. ഉടനെ അവര് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറയാണ്. അതുകൊണ്ട് തന്നെ ഒരു പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് കുറ്റബോധത്തോടുകൂടെ ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രത്യേകമായിട്ട് പറയുമ്പോ, അത് റബ്ബിനോട് നമ്മൾ പറയുമ്പോ ആ പാപത്തിന്റെ ഒരു മോചനം കിട്ടാൻ നമുക്ക് ഏറ്റവും പര്യാപ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സുജൂദിൽ കിടന്ന് അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. അല്ലാഹുവേ, ഞാൻ എൻ്റെ ശരീരത്തോട് അരുതാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവനാണ്. ളലംതു നഫ്സി ളുൽമൻ കസീറാ, കുറച്ചൊന്നുമല്ല ധാരാളക്കണക്കിന് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപം പൊറുക്കുന്നവരില്ല. എനിക്ക് നിന്നോടേ സങ്കടം പറയാനുള്ളൂ. കാരണം പാപം പൊറുക്കുക എന്ന മഹത്തായ കാര്യം ലോകത്ത് ഒരു സൃഷ്ടികളെ കൊണ്ടും സാധിക്കുന്നതല്ല. അത് റബ്ബാണ് പുറത്തു തരേണ്ടത്. റബ്ബേ, നിന്നോടാണല്ലോ ഞാൻ തെറ്റ് ചെയ്തത്. ളലംതു നഫ്സി റബ്ബി അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ആകയാൽ ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക, നിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനം നൽകിക്കൊണ്ട് നീ എന്നോട് പുറത്തു തരണം. വർഹംനീ, നീ എന്നോട് കരുണ കാണിക്കണേ റബ്ബേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമല്ലയോ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക, തശഹൂദിൽ പ്രാർത്ഥിക്കുക, സുജൂദിൽ കിടന്ന് അല്ലാഹുവോട് പറയാ. അബദ്ധങ്ങൾ മനുഷ്യൻ സംഭവിച്ചു കഴിഞ്ഞാൽ
ഇവിടെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തേ സംഭവിച്ച് അള്ളാഹ് പറഞ്ഞിട്ടില്ല ഒന്നും. എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടോ, നിസ്സാരമായ സംഗതി പോലും അവരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ എത്ര കാലം സുജൂദ് കിടക്കേണ്ടി വരും? ഇങ്ങനെ ഒരു പശകത അബദ്ധം സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് മാനവരുകൾ സുജൂദ് കിടക്കണം. സുജൂദിൽ വീണു. അവിടെ റാഖി എന്ന് പറഞ്ഞാൽ അതിന് മുഫസ്സിരീങ്ങളൊക്കെ അർത്ഥം കൊടുത്തത് ഐ സാജിദൻ എന്നാണ്. സുജൂദിൽ വീണു. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ റുക്കൂഇന് സുജൂദ് റുക്കൂഅൊക്കെ പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അള്ളാഹുവിനോട് കേരിച്ചു മടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്തു. ഫഗഫർനാ ലഹു ദാലിക വ ഇന്ന ലഹു ഇൻദനാ ലസുൽഫാ വ ഹുസ്ന മആബ്. അദ്ദേഹത്തിന്റെ ആ കുറ്റബോധം അല്ലാഹു തആല മനസ്സിലാക്കുകയാണ്. എല്ലാം വിട്ടുപുറത്തു കൊടുക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പൂർണ്ണമായ നിലക്ക് അദ്ദേഹത്തെ റബ്ബ് സമീപിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പദവി കൂടുകയാണ്. ഈ സംഭവത്തിന്റെയും ശേഷം റബ്ബിന്റെ അടുക്കലേക്കുള്ള പദവി ഉയരുകയാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു അതാണ് പറയുന്നത്, നിശ്ചയമായും ദാവൂദിന് നമ്മുടെ അടുക്കലുണ്ട് ലസുൽഫാ, ഏറ്റവും നല്ല സാമീപ്യ സ്ഥാനമുണ്ട്, വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവുമുണ്ട്, സ്വർഗമുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട ലോകത്തേക്ക് ഉത്തമമായ മടക്കസ്ഥാനത്തേക്കാണ് അദ്ദേഹത്തിന് മടങ്ങി വരാനുള്ളത്. ആ സംഭവത്തിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞു. ഇതിന്റെ ശേഷം അല്ലാഹു തആല മൊത്തത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ് ഇന്നൽ ലദീന യദില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദ് ബിമാ നസൂ യൗമൽ ഹിസാബ്. ഓ ദാവൂദേ, താങ്കളെ നാം ഭൂമിയിലെ ഖലീഫയാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഭൂമിയിൽ താങ്കൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭരണാധികാരമുണ്ട്, നിങ്ങൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നീതിയോടെ വിധിക്കുക. ഒരിക്കലും ആരുടെയും ഇച്ഛയെ പിൻപറ്റി പോകരുത്. ഇച്ഛകളെ പിൻപറ്റി നടന്നാൽ അള്ളാന്റെ മാർഗത്തിൽ നിന്നവര് നിന്നെ പഴപ്പിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പഴച്ചുപോയവരാരായിരുന്നാലും ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനകഠോരമായ ശിക്ഷയാണ് ഉണ്ടാവുക. ബിമാ നസൂ യൗമൽ ഹിസാബ്, വിചാരണയുടെ നാളും മറന്നത് നിമിത്തം. റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് പഴച്ചു പോകുന്നത് വിചാരണക്ക് അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്ന് മറക്കുമ്പോഴാണ്. അള്ളാനെ മറക്കുമ്പോഴാണ് തിന്മയിലേക്ക് പോകുന്നത്. അതാണ് കാരണം പറഞ്ഞത് റബ്ബ് ബിമാ നസൂ, അവരും മറന്നത് നിമിത്തം. യൗമൽ ഹിസാബ്, വിചാരണയുടെ ദിവസത്തെ അവർ മറന്നത് കാരണമായിക്കൊണ്ട് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും ഈ ശാസനയും ഈ താക്കീതും ലോകത്തുള്ള എല്ലാ നേതാക്കന്മാർക്കും അധികാരികൾക്കും ഒരുപോലെ ബാധകമാണ്. വിധിക്കുമ്പോ നീതിയോടെ വിധിക്കണം. അതിൽ യാതൊരു നിലക്കുള്ള പാർഷ്വാലിറ്റി, ഒരു നിലക്കുള്ള പക്ഷപാതിത്വങ്ങളും ഉണ്ടാകാൻ പാടില്ല. കുടുംബം നോക്കിയിട്ട് അവർക്ക് അനുകൂലം വിധിക്കാനോ, സമ്പത്തുള്ളവനെ നോക്കിയിട്ട് അവൻ അനുകൂലം വിധിക്കാനോ, അതല്ല സമ്പത്തുള്ളവനല്ലേ അവൻ, പാവപ്പെട്ടവന്റെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടതെന്ന് നോക്കിയിട്ട് പാവപ്പെട്ടവനെ നോക്കിയിട്ട് അവൻ അനുകൂലമായി വിധിക്കാനോ ഒന്നും പാടില്ല. അവിടെ കുടുംബമാണോ, മാതാപിതാക്കളാണോ, മക്കളാണോ, ബന്ധപ്പെട്ടവരാണോ, അടുത്തവരാണോ, സ്നേഹിതന്മാരാണോ, പണമുള്ളവരാണോ, ഫക്കീറാണോ, രാജാവാണോ, പ്രജയാണോ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ന്യായം ആരുടെ പക്ഷത്താണെന്ന് നോക്കിയിട്ട് വിധി കൽപ്പിക്കണം. അല്ലാഹു അതാ പറഞ്ഞു, നിങ്ങൾ നീതിയുടെ സാക്ഷികളായി നിലകൊള്ളണം. ലോകത്തോട് അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നൊരു യാഥാർത്ഥ്യം. എന്നാൽ ഈ ജൂതന്മാരുണ്ടല്ലോ, യഹൂദികൾ, ഇവര് മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്ന കക്ഷികളാണ്. പല നബിമാരുടെ പേരിലും അവർ മനുഷ്യത്വത്തിന് നിരക്കാത്ത പലതും പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ബൈബിൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരായ ഒട്ടേറെ പ്രവാചകന്മാരെ അവർ നിഷേധിക്കുകയാണ്. ഉദാഹരണം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈബിളിന്റെ വ്യാഖ്യാന പ്രകാരം, ബൈബിളിന്റെ അവരുടേതായ പ്രതിപാദന പ്രകാരം ദാവൂദ് നബിയെ പ്രവാചകനായിട്ട് പോലും അവർ അംഗീകരിച്ചിട്ടില്ല. ഡേവിഡ് രാജൻ എന്നാ പറയാ. ഡേവിഡ് രാജാവാണ്, നബിയല്ല, ഒരു നബിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. സോളമൻ രാജാവാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം. നമ്മൾ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ദാവൂദ് നബി അലൈഹിസ്സലാം നമ്മുടെ നബിയാണ്.
സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ നബിയാണ്, ഉറച്ചു വിശ്വസിക്കുന്നു. അതേ അവസരത്തിൽ ജൂതന്മാര് അവരത് തള്ളുകയാണ്. മാത്രല്ല അവർ എഴുതിവിട്ടത് വളരെ മോശം. ഈ സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചില തഫ്സീറിലൊക്കെ ഇങ്ങനെ ഈ ജൂതന്മാര് അതുപോലെ തന്നെ ഈ വേദക്കാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ചില കള്ളക്കഥകൾ ചില തഫ്സീറിന്റെ ആളുകളും അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ അവർ ഈ സംഭവത്തിന് നമ്മൾ ആലോചിച്ചു നോക്ക്. ബൈബിളിൽ കൊടുത്തിട്ടുള്ള, ബൈബിളിൽ അവർ വിശ്വസിക്കുന്ന, അവർ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളക്കഥയുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് പോലും അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ടാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ പേരിൽ കെട്ടിവെച്ചത്. ഞാനറിയും നിങ്ങളെ കേൾപ്പിക്കാതിന്റെ വരികൾ. ശമൂവേൽ പുസ്തകം 2-ാമത്തെ പുസ്തകത്തിൽ അവരെഴുതും, ഒരു ദിവസം ദാവീദ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു. അപ്പോൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ദാവീദ് ആളയച്ച് അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്റെ പടയാളിയായ ഊറിയായുടെ ഭാര്യ ബത്ശേബയാണതെന്ന് മനസ്സിലാക്കണം. ദൂതന്മാരെ അയച്ച് ദാവീദ് അവളെ തന്റെ കിടപ്പറയിലേക്ക് വരുത്തി. അല്ലാഹുവിൽ ശരണം. ദാവീദ് അവളോടൊപ്പം ശയിച്ചു. സ്വഭവനത്തിലേക്ക് മടങ്ങിയ അവൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ താൻ ഗർഭിണിയാണെന്ന കാര്യം ദാവീദിനെ അറിയിച്ചു. ഈ സമയത്ത് യുദ്ധഭൂമിയിലായിരുന്ന ഊറിയ, ഭർത്താവ് യുദ്ധഭൂമിയിലായിരുന്ന ഊറിയായെ ദാവൂദ് കൊട്ടാരത്തിലേക്ക് വരുത്തി അയാളെ സ്വഗൃഹത്തിലേക്ക് പറഞ്ഞയച്ച് തന്റെ കുഞ്ഞിന്റെ പിതൃത്വം പടയാളിയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇന്നാലില്ലാഹി. പക്ഷേ ഊറിയ തന്റെ വീട്ടിൽ പോകാൻ തയ്യാറായില്ല. ആ ശ്രമം പരാജയപ്പെട്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദാവീദ് ഊറിയായ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അയാളുടെ കൈവശം സേനാനായകനായ യോവാബിന് ഒരു കത്തും കൊടുത്തു വിട്ടു. കത്തിൽ ദാവീദ് ഇപ്രകാരം എഴുതി: പൊരിഞ്ഞ യുദ്ധം നടക്കുന്നിടത്ത് മുൻനിരയിൽ ഊറിയായെ നിർത്തണം. പിന്നീട് അയാളിൽ നിന്ന് എല്ലാവരും പിന്തിരിയണം. അയാൾ വെട്ടേറ്റ് വീണ് മരിക്കണം. പടയാളിയുടെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി പടയാളിയെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ച് കൊല്ലിച്ച വ്യക്തിത്വമാണെന്നും വ്യഭിചാരം ചെയ്ത വ്യക്തിത്വമാണെന്നും ഒക്കെയാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഈ യഹൂദി നസ്രാണികൾ പ്രചരിപ്പിച്ചത്. എന്നും അവരുടെ ബൈബിളിലുണ്ട്. ശമൂവേൽ പുസ്തകത്തിന്റെ 2-ാം പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര ക്രൂരമാണ്, എത്ര മോശപ്പെട്ട രൂപത്തിലുള്ള കളവുകളാണ് പറഞ്ഞു വരുത്തിയത്. ഇവര് പല നബിമാരെ കുറിച്ചും പലരെക്കുറിച്ചും വ്യഭിചാരോപണം പറഞ്ഞില്ലേ? മറിയം ബീവി വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞില്ലേ? ജാരസന്തരിയാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സ്വന്തം 2 പെൺമക്കളുടെ കൂടെ കിടപ്പറ പങ്കിട്ടു എന്ന് പറഞ്ഞില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വൃത്തികേടായി ചിത്രീകരിച്ചില്ലേ? ആരെയാ വിടാത്തത്? ആരെയാ വിട്ടത്? ആരെയാ വിട്ടത്? ആരെയാ ഉപേക്ഷിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ ആളുകളെ കുറിച്ച് ആരോപണം പറയുന്ന എല്ലാ പഴച്ച കക്ഷികളുടെയും ഷർറിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നിസ്കാരത്തിൽ 17 തവണ നമ്മൾ ആമീൻ പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരിന്റെ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ അല്ലാഹ്. ഏതാണ് ആ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. അത് നബിമാര്, ശുഹദാക്കള്, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ. അവരൊന്നും ആരുടെയും പേരിൽ ആരോപണം പറയുന്നവരല്ല, ആരെയും പേരിൽ ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കുന്നവരല്ല. മാന്യന്മാരാണ്, നല്ലവരാണ്, ശുദ്ധന്മാരാണ്. അവരുടെ വഴിയാ റബ്ബേ നീ ഞങ്ങൾക്ക് തരേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയയായ യഹൂദിന്റെ ഈ സ്വഭാവം എനിക്ക് തരരുത് റബ്ബേ. വലല്ലാലീൻ, പഴച്ചുപോയ നസറാക്കളുടെയും സ്വഭാവം, യഹൂദികളുടെയും നസ്രാനികളുടെയും ആ സ്വഭാവത്തെ പകർത്തിയ ഏതൊക്കെ പഴച്ച കക്ഷികൾ ഇന്ന് ലോകത്തുണ്ടോ അവരുടെ ഒക്കെ ശർറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മഹാരഥന്മാരായ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖുകളുടെയും സാലിഹീങ്ങളുടെയും പാതയിലേക്ക് നീ ഞങ്ങളെ വഴി ചേർത്തി തരേണമേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സറിഞ്ഞ് പറയണം, മനസ്സറിഞ്ഞ് പറയണം. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ പ്രവാചകന്മാരെ കൊന്നു, ഇവര് കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൊന്നിട്ടുണ്ട്. കൊല്ലാൻ കഴിയാത്ത പലരെ കുറിച്ചും മോശപ്പെട്ടത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അതിന്റെ പച്ചയായ തെളിവുകൾ ബൈബിളിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഇന്നും വായിച്ചാൽ, ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ, മലയാളം ബൈബിൾ നോക്കിയാൽ എല്ലാത്തിലും ഈ കഥകളുണ്ട്. നിങ്ങളൊന്ന് കൃത്യമായിട്ട് എവിടെ പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര ക്രൂരമായ ദുർവ്യാഖ്യാനമാണ് നടത്തിയത്. അതിനാ പറയുന്നത്, അതിന് വിശുദ്ധ ഖുർആനിൽ, അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് നുണയും പറഞ്ഞു. എന്താണ്? 99 ആളെ കേസ് പറഞ്ഞ എന്താ? ദാവൂദ് നബിക്ക് 99 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പടയാളിക്ക് ആകെ ഒരു പെണ്ണാണുള്ളത്. ആ പടയാളുടെ പെണ്ണിനെയും കൂടി സ്വന്തമാക്കാൻ നോക്കി. അത് അക്രമാണ്. ദാവൂദ് നബി പഠിപ്പിക്കാൻ തന്നെയാണ് അള്ളാഹ് ആളെ അയച്ചത്. എന്നാലോചിച്ച് നോക്കൂ, ഒരു സാധാരണ മനുഷ്യന്റെ പേരിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ?
എന്നിട്ടല്ലേ മഹാരഥനായ ഒരു പ്രവാചകന്റെ പേരിൽ അങ്ങനെ പറയുക? അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ ജീവിതം നയിച്ച അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവിയുള്ള, ഏറ്റവും അത്യുന്നതമായ പദവിയിലേക്ക് നാളെ പരലോകത്ത് ഉയർത്തപ്പെടുന്ന മഹാരഥന്മാരുടെ കൂട്ടത്തിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഉണ്ട്. നാം അടിയുറച്ചു വിശ്വസിക്കുന്നു. ഒരു നബിമാരെ കുറിച്ചും മോശപ്പെട്ട ഒരു വാക്കും നമ്മൾ പറയില്ല. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ പറയുന്ന ദിക്റെന്താ? ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ചൊല്ലുമ്പോ നമ്മൾ എന്താണ് അതിൽ നമ്മുടെ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ, നീ ഭൂമിയിലേക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് അനുഗ്രഹങ്ങളായിക്കൊണ്ട് അയച്ചു തന്ന നിന്റെ പ്രവാചകന്മാരെ ഒന്നൊഴിയാതെ ഞങ്ങൾ എല്ലാവരിലും വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ. ഞങ്ങൾ എല്ലാവരെയും അംഗീകരിക്കുന്നവരാണ്. ഒരു നബിയെയും ഞങ്ങൾ തള്ളൂല, ഒരു നബിയെയും ഞങ്ങൾ പരിഹസിക്കൂല, ഒരു നബിയെയും ഞങ്ങൾ ചീത്ത പറയൂല, ഒരു നബിയുടെയും സ്ഥാനത്തെ ഞങ്ങൾ ഇടിച്ച് താഴ്ത്തുന്നവരല്ല. എല്ലാവരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അവന്റെ ദൂതന്മാർക്കിടയിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നതല്ല. അതേ അവസരത്തിൽ അള്ളാഹു ചില നബിമാർക്ക് ചിലരേക്കാൾ ചില ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കുകയും വേണം. അതുകൊണ്ട് ശ്രേഷ്ഠത നൽകപ്പെടാത്ത നബിമാര് മോശക്കാരാണ് ഇതിന് അർത്ഥം വരൂല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, ആ നബിമാര് ദൂതന്മാര് അവരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നേരിട്ട് സംസാരിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. മഹാനായ മൂസ നബി അള്ളാഹിനോട് നേരിട്ട് സംസാരിച്ച വ്യക്തിത്വമാണ്. അങ്ങനെ പല ശ്രേഷ്ഠതകളുള്ള പല നബിമാരുമുണ്ട്. പക്ഷേ ആ 25 നബിമാരെ പേരാണ് ഖുർആൻ പറഞ്ഞതെങ്കിലും അതിൽ 5 ആളുകളാണ് ഉലുൽ അസ്മകളായിട്ട് അറിയപ്പെടുന്നത്. ആദം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 ആളുകൾ. ബാക്കിയുള്ള 20 ആള് മോശക്കാരാണെന്ന് അർത്ഥം ഉണ്ടോ? ഒരിക്കലും ഇല്ല. അല്ലാഹു ചിലർക്ക് ചില സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് ചില മണ്ണിന്, ചില നാട്ടിന് ചില പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. മക്ക രാജ്യം ഈ ലോകത്ത് വിശുദ്ധമായ ഭൂമിയാണ്. ചില ദിവസങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു ദിവസമൊന്നും മോശാണെന്ന് അർത്ഥമല്ല. അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അള്ളാഹു ശ്രേഷ്ഠത നൽകിയതൊക്കെ ശ്രേഷ്ഠത കൽപ്പിക്കണം. അതൊന്നും ഒരാളെ മോശപ്പെടുത്തലല്ല. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് മഹാരഥന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് ഇவ்விധം മോശപ്പെട്ട പല കാര്യങ്ങളും എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ ലോകത്തുണ്ട്. അവരിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാണ്. ആ ഈമാൻ എന്നും നിലനിൽക്കണം. ഇനി ലോകത്ത് ആരൊക്കെ മഹാരഥന്മാരായ പ്രവാചകന്മാരെ ഏതൊക്കെ വിഷയങ്ങളിൽ അവരെ ആക്ഷേപിക്കുന്നുണ്ടോ, നമ്മൾ അതിൽ നിന്ന് ഒഴിവാണ്. വല്ലാഹി നമ്മൾ ഒഴിവാണ്. നമ്മുടെ ഈമാൻ നമ്മൾ എന്നും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യത്തെ പോലും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു സംഭവമല്ലേ സഹോദരന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ വെച്ച് ഒരാളെ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ലേ? അള്ളാന്റെ റസൂൽ അയാളോട് പറഞ്ഞില്ലേ, കുൽ ബി യമീനിക്, കുൽ ബി യമീനിക്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമല്ലേ, കുൽ ബി യമീനിക്. വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്കും, ഇടത്തെ കൈ കൊണ്ടല്ല, വലത്തേത് കൊണ്ട് ഭക്ഷിക്കും. അയാൾ പറഞ്ഞു, എനിക്ക് പറ്റില്ല. അഹങ്കാരത്തിന്റെ വർത്താനം പറഞ്ഞുപോയി. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, അഹങ്കാരത്തിന്റെ വർത്താനം പറഞ്ഞുപോയി. വ്യക്തിപരമായി തന്നോട് ഏതെങ്കിലും നിലക്ക് വിഷമം പ്രകടിപ്പിച്ച ആളുകൾക്ക് പോലും പുറത്തു കൊടുത്ത നേതാവ് തന്റെ ചുമലിൽ ധരിച്ചിരുന്ന വസ്ത്രം ശക്തിയായി ഒരു കാട്ടറബി വന്ന് പിടിച്ചു വലിച്ചപ്പോ കഴുത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞപ്പോൾ പോലും ആ അറാബിക്ക് മാപ്പ് കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തനിക്ക് വഹിയറിയിച്ച ഒരു വിഷയം ഒരു സമൂഹത്തോട് പറഞ്ഞപ്പോ അതിൽ ഒരു വ്യക്തി ധിക്കാരത്തോടെ അതിനോട് ഇടപെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച അയാളോട് പറയുകയാണ്, എങ്കിൽ നിനക്കിനി സാധ്യമാകില്ല, നിനക്ക് പറ്റില്ലെന്നല്ലേ നീ പറഞ്ഞത്, ഇനി നിനക്ക് കഴിയുകയില്ല. എന്താണ് പിന്നീട് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ആ വ്യക്തിയുടെ വലത്തെ കൈകൊണ്ട് പിന്നെ വായിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല. അയാളുടെ വലത്തെ കൈ അങ്ങ് കുഴഞ്ഞുപോയി. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സുന്നത്തിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ദുനിയാവിൽ നിന്ന് അല്ലാഹു ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി,
അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾ പേടിച്ചുകൊള്ളട്ടെ. അല്ലാഹു പറയാണ് ഫൽയഹ്ദർ, പേടിച്ചുകൊള്ളട്ടെ. അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ പേടിച്ചുകൊള്ളട്ടെ. അൻ യുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന വന്ന് ഭവിക്കുന്നത്, ഔ അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ വരുന്നത്. അതേ വേദനയേറിയ ശിക്ഷയ്ക്ക് പുറമെ ഫിത്ന എന്ന് പറഞ്ഞത് വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാരോട് പ്രത്യേകം പറഞ്ഞു, ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകലാണത്. തൗഹീദുള്ള വ്യക്തി ശിർക്കിലേക്ക് പോകലാണ്. നബിതങ്ങളെ അംഗീകരിച്ചിരുന്ന വ്യക്തിത്വം അതാ ശരിയായ ആദർശത്തിൽ നിന്ന് കുതറി ചാടിയിട്ട് തെറ്റിന്റെ വഴിയിലേക്ക് പോകുന്ന ഫിത്നയിലാണ് അകപ്പെട്ടു പോകുന്നത്. ആദർശത്തിൽ തന്നെ അങ്ങ് പിഴച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടെ നമ്മോട് പറയുമ്പോ, ഒരു നബിമാരെ കുറിച്ചും നമുക്ക് പരിഹാസമില്ല, ഒരു നബിമാരെ കുറിച്ചും ചീത്ത പറയാൻ പാടില്ല. ആ നബിമാരിൽ അവരിൽ ശ്രേഷ്ഠനായ മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തോട് പോലും നമുക്ക് പുച്ഛമുണ്ടായാൽ, നമുക്കതിനോടുള്ള മനോഭാവം ചീത്തയായാൽ, പരിഹാസ്യ മനോഭാവമായാൽ, ദുനിയാവിലും ഫിത്നയാണ്, ആഖിറത്തിൽ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ തന്നെയാണ് വരാനിരിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങളെ ഒന്നൊഴിയാതെ എന്തിനോടും കൂറും വിനയൊക്കെ കാണിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ആ രൂപത്തിലുള്ള പല കാര്യങ്ങളുമാണ് ആ സമൂഹം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇനി സഹോദരന്മാരെ, ആ മഹാനായ പ്രവാചകന്റെ പൊന്നോമന പുത്രന്മാർ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഒരു മകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ 17 സ്ഥലത്താണ് ആ പേര് വന്നത്. സുലൈമാൻ എന്ന് പരിശുദ്ധ ഖുർആൻ 17 സ്ഥലത്ത് പരാമർശം വന്നിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഒരിടത്ത് അല്ലാഹു പറഞ്ഞു, സൂറത്തുൻ നംലിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വവരിസ സുലൈമാനു ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സുലൈമാൻ അനന്തരമെടുത്തു. വവരിസ സുലൈമാനു, സുലൈമാൻ അവൻ അനന്തരാവകാശമെടുത്തു ദാവൂദ് നബിയെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ദാവൂദ് നബിയിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം അനന്തരമെടുത്തത്? ധനമാണോ അനന്തരമെടുത്തത്? ഒരിക്കലുമല്ല. കാരണം അമ്പിയാക്കളിൽ നിന്ന് അമ്പിയാക്കള് വിട്ടേച്ചു പോയ സ്വത്തിന്റെ അനന്തരം മക്കൾക്ക് കിട്ടൂല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ബുഖാരിയിലും കാണാം, മുസ്ലിമിലും കാണാം. നഹ്നു മആശിറൽ അംബിയാ ലാ നൂറസു, ഞങ്ങൾ അമ്പിയാക്കളാകുന്ന കുടുംബം, ഞങ്ങൾ അമ്പിയാക്കളാകുന്ന സമൂഹം, ലാ നൂറസു, ഞങ്ങൾ അനന്തരമെടുക്കപ്പെടൂല. ഞങ്ങൾക്ക് സ്വത്തുണ്ടാവട്ടെ, ഞങ്ങളുടെ സ്വത്ത് മക്കൾക്ക് അനന്തരമെടുക്കപ്പെടുന്ന വിഷയമില്ല, അത് പൊതു സ്വത്താണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്വത്ത് അനന്തരമെടുക്കപ്പെടൂല. വീണ്ടും ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ അംബിയാ ലം യുരിസു ദിർഹമൻ വലാ ദീനാറാ. അമ്പിയാക്കൾ അനന്തരമായി വിട്ടേച്ചു പോകുന്നത്, അവരനന്തരം കൊടുക്കുന്നത് ദിർഹമല്ല കേട്ടോ, ദീനാറല്ല. മറിച്ച് ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദാവൂദ് നബി എന്ന ഉപ്പയിൽ നിന്ന് അനന്തരം കിട്ടിയത് ധനമല്ല. കാരണം അതാണെങ്കിൽ അള്ളാഹ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യവുമില്ല. ഒരു ബാപ്പ മരിച്ച മക്കൾക്ക് അനന്തരം കിട്ടുമെന്നത് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. മാത്രമല്ല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുറമെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് വേറെയും 10-18 മക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു അനന്തരമാണ് മഹാനായ ദാവൂദ് അലൈഹിസ്സലാമിന്റെ അനന്തരാവകാശിയായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്തത്. അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. മീറാസുൻ നുബുവത്തി വൽ ഇൽമി വൽ ഹിക്മ, നുബുവത്താകുന്ന അനന്തരാവകാശം അതേ ബാപ്പ നബിയാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സുലൈമാൻ നബിക്ക് നുബുവത്ത് കൊടുത്തു.
അതുപോലെ തന്നെ ഉപ്പാക്ക് കൊടുത്ത രൂപത്തിലുള്ള ബുദ്ധിശക്തി കൊടുത്തു, ഉപ്പാക്ക് കൊടുത്തതുപോലെയുള്ള അറിവ് കൊടുത്തു, ഉപ്പാക്ക് കൊടുത്തതുപോലെയുള്ള അധികാരവും രാജപദവിയും കൊടുത്തു. ആ നിലക്കാണ് ഇവിടെ അല്ലാഹു പറയുന്നത് വവരിസ സുലൈമാനു ദാവൂദ്. സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാമിനെ അനന്തരമെടുത്തു. അങ്ങനെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനന്തരഗാമിയായി പിൻഗാമിയായി കൊണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം രംഗത്ത് വരികയാണ്. രണ്ടാളും ഒരേ കാലത്ത് തന്നെ വാപ്പയും മോനും നബിയായിട്ട് തന്നെ ഉണ്ടായി. ഇനി ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവങ്ങളിലൂടെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങളും വരും. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് കൊടുത്തതുപോലെ അദ്ദേഹത്തിനും കൊടുത്തു. പുറമെ വേറെയും ചില പ്രത്യേകതകൾ മഹാനുഭാവനിലൂടെ പ്രകടമായിരുന്നു. അങ്ങനെ പലതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ജീവിതങ്ങളുടെ ഏടുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ ദിശാബോധങ്ങളെ, ആ പ്രകാശകിരണങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ജീവിതത്തെ നന്നാക്കുവാനും ഒക്കെ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സാധുക്കളായ പാപികളായ നമ്മുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.